എട്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വിച്ച് പാർട്ട് ഓഫ് ദി ഐ ഹെൽപ്സ് ഇൻ ഫോക്കസിങ് ദി ലൈറ്റ് ടുവേർഡ്സ് ദി റെറ്റിന? അതായത് റെറ്റിനയിലേക്ക് കൃത്യമായിട്ട് പ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ, കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന പാർട്ട് ഇതിലേതാണ്? യെസ്, ഓപ്ഷൻ സി ലെൻസ് ആണ് നമ്മൾ ആൻസർ, ലെൻസ്. ദെൻ 9th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് ദി ന്യൂറോൺ? ന്യൂറോണിന്റെ പ്രധാന ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്റ്റ് ഓർഗൻസ് ആണോ, എക്സ്ചേഞ്ച് ഇലക്ട്രിക് സിഗ്നൽസ് ആണോ, ഫിൽട്ടർ ബ്ലഡ് ആണോ, പ്രൊഡ്യൂസ് റെറ്റിനൈൻ ആണോ? യെസ്, എക്സ്ചേഞ്ച് ഓഫ് ദി ഇലക്ട്രിക് സിഗ്നൽസ് അല്ലെ, അതായത് വൈദ്യുത സിഗ്നലുകളെ കൈമാറാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ന്യൂറോണിന്റെ പ്രധാന ഫങ്ഷൻ. 10ാമത്തെ ചോദ്യം, how does the arrangement of rod cells and cone cells in retina affect our ability to see in different conditions of light? Then ബാക്കിയാണ്, why does this adaptation becomes beneficial evolutionary? അതായത് കോൺ സെൽസിന്റെയും റോഡ് സെൽസിന്റെയും, കോൺ കോശങ്ങളുടെയും റോഡ് കോശങ്ങളുടെയും അറേഞ്ച്മെന്റ്, റെറ്റിനയിൽ കാണുന്ന അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ലൈറ്റ് കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ഉദ്ദേശം എന്താ, ഡിം ലൈറ്റും ബ്രൈറ്റ് ലൈറ്റും, തീവ്ര പ്രകാശവും മങ്ങിയ വെളിച്ചം അല്ലെ, ഈ രണ്ട് കണ്ടീഷൻസിലൊക്കെ നമ്മളെ അത് വളരെ സുഗമമായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ റോഡ് സെൽസിന്റെയും കോൺ സെൽസിന്റെയും പങ്ക് എന്താണെന്നാണ് ചോദ്യം അല്ലെ. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എവല്യൂഷണറി ആസ്പെക്റ്റിൽ നമുക്ക്, അല്ലെങ്കിൽ പരിണാമത്തിൽ നമുക്ക് ഇത് എങ്ങനെയാണ് സഹായകരം നോക്കാം. അപ്പൊ ആൻസർ ഞാൻ ശരിക്കും കേൾക്കാം കേട്ടോ. ദി റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ഇൻ റെറ്റിന പ്ലേസ് എ ഡെസിസീവ് റോൾ ഇൻ ദി ലിവിംഗ് ഓഫ് ലൈഫ് ബീങ്സ്. അതായത് നമ്മുടെയൊക്കെ ജീവികളിൽ അവരുടെ അതിജീവനത്തിന് നിർണായക പങ്കാര് വഹിക്കുന്നുണ്ട്, റോഡ് സെൽസും കോൺ സെൽസും വഹിക്കുന്നുണ്ട്. അതായത് ഈ ജീവികളുടെ ഒക്കെ, ഈ കോശങ്ങളുടെ ഒക്കെ പ്രത്യേക ക്രമീകരണം കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, രാത്രിയിലും പകലും തുല്യമായിട്ട് നമുക്ക് കാഴ്ച സാധ്യമാകുന്നുണ്ട് അല്ലെ. രാത്രിയിലും പകലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപോലെ കാഴ്ച സാധ്യമാകുന്നുണ്ട്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, മങ്ങിയ വെളിച്ചത്തിൽ റോഡ് കോശങ്ങൾ എന്ത് ചെയ്യുന്നു, കാണാൻ സഹായിക്കുന്നുണ്ട്. രാത്രിയിലെ കാഴ്ച, രാത്രിയിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ മനസ്സിലാക്കാൻ, രാത്രിയിലുള്ള ആ ഒരു ഡിം ലൈറ്റിലെ ചുറ്റുപാടും സറൗണ്ടിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആരാണ്, റോഡ് കോശമാണ്. എന്നാൽ വർണ്ണ കാഴ്ചകൾ അല്ല, ബ്രൈറ്റ് ലൈറ്റിൽ അല്ല, കളർഫുൾ വിഷൻ അല്ലെ, കളർഫുൾ വിഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ, വർണ്ണ കാഴ്ച, ഇതൊക്കെ സാധ്യമാകുന്നത് ആരുള്ളതുകൊണ്ടാണ്, കോൺകോശം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ കോൺകോശം എന്ത് ചെയ്യുന്നു, പകൽ സമയത്ത് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കോശങ്ങളുടെയും ഒരു പരസ്പര സഹകരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വ്യത്യസ്ത പ്രകാശ സാഹചര്യത്തെ എന്ത് ചെയ്യുന്നത്, പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ വ്യത്യസ്ത ഉദ്ദേശിച്ചത് മങ്ങിയതായാലും മങ്ങിയ വെളിച്ചമായാലും തീവ്ര വെളിച്ചമായാലും ആ രണ്ട് വെളിച്ചങ്ങളെയും ഒരേപോലെ കാണാൻ സഹായിക്കുന്നത് ഈ രണ്ട് കോശങ്ങളുടെയും ഒരു സഹകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോപ്പറേഷന്റെ ഭാഗമായിട്ടാണ്. ഇനി ഈ ജീവികളുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഒരു ജീവികളുടെ ഒരു എന്താ പറയാ എവല്യൂഷൻ എങ്ങനെ ഇത് ബാധിക്കാൻ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ജീവികളൊക്കെ ഇര നേടാൻ വേണ്ടി രാത്രിയിലൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ രാത്രിയിലൊക്കെ സജീവമായ ജീവികളിലൊക്കെ ഈ റോഡ് കോശങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പകൽ സമയത്ത് സജീവമായ ജീവികളിലൊക്കെ കോൺകോശമാണ് അവിടെ കൂടുതൽ സജീവമായിരിക്കുക. അപ്പൊ ഓരോ ജീവിയുടെയും ജീവിത രീതിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ കോൺകോശങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയാം, നമുക്ക് ഓരോ ജീവിയുടെയും ജീവിത രീതിക്ക് അനുസരിച്ച് പരിണമിച്ചുണ്ടായ ഈ ഒരു വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് സഹായിക്കുന്നുണ്ട്. അവയുടെ അതിജീവനത്തിനും പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നവർ എന്ത് ചെയ്യുന്നു, പ്രത്യേകം ഒരു അനുകൂലം തന്നെയാണ്, അഡാപ്റ്റേഷൻ തന്നെയാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ എല്ലാ ജീവികളും ഒരുപോലെ അല്ല ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ എല്ലാ ജീവികളുടെയും ഒരു നിലനിൽപ്പിന് അവരുടെ ഇര തേടാനൊക്കെ എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇര തേടി പിടിക്കാനൊക്കെ ഈ ഒരു കാഴ്ച സാധ്യമാകുന്നുണ്ട്. ഈച്ച് ലിവിംഗ് ബീങ്സ് way of living is matched to this arrangement and this adaptation is a major advantage in its survival and living condition. ഇതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, how does the structure of ear enable it to convert the sound waves into signals that the brain can interrupt അല്ലെ. അതായത് ശബ്ദ തരംഗങ്ങളെ എങ്ങനെയാണ് തലച്ചോറിനെ തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലുള്ള സിഗ്നൽസ് ആയി മാറ്റുന്നത്. ഹൗ ഡു ഡാമേജസ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ഇയർ എഫക്ട് ഹിയറിംഗ് ആൻഡ് ബാലൻസ്? നമുക്കറിയാം നമ്മുടെ ബാഹ്യകർണം, ഔട്ടർ ഇയറിന്റെ പാർട്ടായിട്ടുള്ള പിന്നെയാണ് ആ ഇയറിനെ സൗണ്ട് വേവ്സിനെ ഒക്കെ ശേഖരിക്കുന്നത് അല്ലെ. ബാഹ്യകർണം ശബ്ദം ശേഖരിക്കുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. മധ്യകർണം എന്ത് ചെയ്യുന്നു, അതിനെ നമ്മുടെ ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ബാഹ്യകർണം ശബ്ദം സ്വീകരിച്ച് അത് മധ്യകർണത്തിലേക്ക് കൊടുക്കുന്നു, മധ്യകർണം എന്ത് ചെയ്യുന്നു, ആന്തരകർണത്തിൽ എത്തിക്കുന്നു. ഔട്ടർ ഇയർ
സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുന്നു, അത് മിഡിൽ ഇയറിന് കൊടുക്കുന്നു. മിഡിൽ ഇയർ ആ സൗണ്ട് വേവ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്നർ ഇയർ എത്തിക്കുന്നുണ്ട്. ഇനി ആന്തരകർണത്തിലെ കോക്ലി എന്ത് ചെയ്യുന്നു, ആ ശബ്ദ തരങ്ങളെയൊക്കെ ആവേഗമാക്കി മാറ്റുന്നുണ്ട്. ഇന്നർ ഇയറിലെ കോക്ലിയ വിൽ കൺവേർട്ട് ദാറ്റ് സൗണ്ട് വേവ്സ് ഇൻ ടു ഇലക്ട്രിക് ഇമ്പൾസസ് ഓർ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റുന്നുണ്ട്. ഈ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രവണ നാഡി വഴി മസ്തിഷ്കത്തിൽ എത്തുന്നു. ഓഡിറ്ററി നെർവ് വഴി എന്ത് ചെയ്യുന്നു, ബ്രെയിനിലെത്തുന്നു. ദെൻ ചെവിയുടെ ഈ ഭാഗത്തിനൊക്കെ കേടുപാട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, കേൾവിനെ കൃത്യമായിട്ട് ബാധിക്കും. അതായത് കോക്ലിയ, നമ്മുടെ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഇതിൽ ഈ ഭാഗങ്ങളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ കേൾവിയെ ബാധിക്കും. ചെവിയുടെ ഈ ഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നത് കേൾവിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ ആന്തരകർണത്തിലെ, നമ്മുടെ ഇന്നർ ഇയറിലെ വെസ്റ്റിബ്യൂൾ, അർദ്ധവൃത്താകാര കുഴല്, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാൽസ്, ഇവയ്ക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി ബാലൻസിനെ, ശരീര തുലന നിലയെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്പ്ലനേഷൻ വേണ്ട ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ത് ചെയ്യും, കമന്റ് ബോക്സിനകത്ത് പിൻ ചെയ്തിരിക്കും. നന്നായി പഠിക്കുക. സെക്കൻഡ് പാർട്ടിന്റെ PDF കിട്ടുന്ന മുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.